കബറന്നു കേട്ടാൽ തക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളിത് കാണുക. ശവങ്ങൾ എല്ലാരും അടിച്ചു കയറി വാ. ആറാം പറമ്പിന്റെ ഒക്കെ അങ്ങേ അറ്റം ശവപ്പറമ്പ് ഉത്സവപ്പറമ്പാക്കി തെണ്ടി. ഇത് കത്തിച്ചതാണോ കുഴിച്ചിട്ടതാണോ ഒന്നും അറിയാൻ വയ്യ. എന്നാൽ അതിന്റെ മണ്ടേ കൊണ്ട് DJ ബൾബ് അട കത്തിച്ചു വെച്ചിരിക്കണ. DJ പാർട്ടി അതിന്റെ അടുത്ത് നടക്കണത്. അതിനകത്ത് നടക്കുന്ന ശവത്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാ നിങ്ങള്. മുഷിഞ്ഞ നീളൻ പാവാടയും ഫുൾ കൈ ഷർട്ടും ധരിച്ച് അലക്ഷ്യമായി നടക്കുന്ന സ്ത്രീ. എന്നാൽ അവരെ ആരാധിക്കാൻ, അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ മിച്ചം വരുന്നത് ഒരു പ്രസാദം പോലെ സേവിക്കാൻ, നടന്ന വഴിയിൽ സാഷ്ടാംഗം പ്രണമിക്കാൻ, അതെടുത്ത് കുടിക്കാനും ആൾക്കാര്. ആ രൂപം തന്നെ ഉണ്ടാ. ഇതിപ്പോ അവർക്കാണോ പട്ട് അതോ നാട്ടുകാർക്കോ? നാട്ടുകാർക്ക്, പിന്നെല്ലാവർക്കും. ആ സ്ത്രീക്ക് നിങ്ങൾ നല്ല ഉടുപ്പാ ഡ്രസ്സോ വല്ലതും മേടിച്ചു കൊടു. അതായിരിക്കും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അല്ലാതെ ഇവര് തിന്നും കുടിച്ചും കളയുന്ന സാധനങ്ങൾ തൊട്ട് നക്കി എന്തോന്നടാ നിങ്ങളൊക്കെ. ഞാനിത് ഇന്ന മതത്തിനെ അധിക്ഷേപിച്ച് പറയണതല്ല. അതിലുള്ള ആൾക്കാർ ഇത് തന്നെയാണ് പറയുന്നത്. ആ വീഡിയോ ഒരു കമന്റ് ബോക്സിൽ ചെന്നാൽ അറിയാം. നാടിൻ നന്മകരെ പൊന്മകരെ മുത്തായവരെ ഹജ്ജി പെരുന്നാൾ ആഘോഷത്തിൻ ദിനവും എന്തോന്നടാ ഇത്? എടാ ഇസ്ലാമിൽ എന്തോന്നടാ പറഞ്ഞിരിക്കണ? ഈ പാട്ടും മ്യൂസിക്കും ഡാൻസൊക്കെ ഹറാമാണെന്നല്ലേ? വെള്ളം ഇട്ട് വന്നിട്ട് ഇലിമയാറ്റി ട്യൂണിൽ പാട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നു. അത് ഹജ്ജിന്റെ പാട്ട്. എടാ നിനക്ക് കുറച്ചെങ്കിലും ബോധം ഉണ്ടാടാ. ഇത് മതങ്ങളെ പ്രശ്നമല്ല, ഇവനെ പഠിപ്പിച്ചവന്റെ പ്രശ്നമാണ്. സന്തോഷത്തിൻ നാളിതിന്നല്ലേ ഈദ് മുബാറക്ക് ചൊല്ലാമിന്ന്. എന്റെ പൊന്നു മുല്യാരെ, എന്തോന്ന് നീ കാണിച്ചു വെച്ചിരിക്കണ? ഹജ്ജി പെരുന്നാളിൻ ആശംസകൾ നേരുന്ന നാള്. ഇതിലും നല്ലത് തൊപ്പിയിടാത്ത തൊപ്പിയാണ്. സോലിഹത്തായ ഇബ്ലീസ്. ഇനി മുതൽ നീ വെറും രംഗണനല്ല, അൽ രംഗണ്ടൻ. നിങ്ങൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക് ശ്രദ്ധിച്ചാ? ഇതൊക്കെയാണ് ഞാൻ പറയണത്. ഇവന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ആടാ കുറെ ആൾക്കാരും. തലയ്ക്കകത്ത് പിണ്ണാക്കെങ്കിലും ഇല്ലല്ലോടാ. അടുത്ത കൂത്ത്. ആ പെണ്ണിന്റെ മൂഡ് നോക്കിയിരിക്കണ അമ്മമാരെ കണ്ട കളിയിലെ മുല്യാക്കന്മാരാണെന്ന് തോന്നുന്നു. ഇതിന് വല്ല സിനിമയുടെ ഷൂട്ടിംഗ് വല്ലതും ആണ്. ഇതൊക്കെ യാത് ബുക്കടാ എഴുതി വെച്ചിരിക്കണത്. എടേ നിങ്ങൾക്ക് അറിയാമോടാ ഇത് എന്താണ് സംഭവം എന്നുള്ളത്? എനിക്കിത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയതാണ്. ഇത് ഹാദ് ഹുദാമിലെ പരിപാടിയാണെന്ന് എനിക്കറിയാൻ വയ്യ. എനിക്ക് തോന്നുന്നത് ഇത് മുറിപ്പണ്ഡിതന്മാരായിരിക്കും. ഇത് എവിടെയാണ് നടക്കണത്? ഇത് എന്തായാലും ആ പെണ്ണിന് നല്ല കഴിവുണ്ട്, നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ആടാ അത് കളിപ്പാട്ടം വെച്ച് കളിക്കണം. ചത്ത് ചൈത്താൻ വാരി ചുരുട്ടി ഓടി. ബാറ്ററി തീരുന്നതിന് മുന്നേ ഇറങ്ങി പൊടി. ആശാൻ ഇത് ഏറ്റില്ലെങ്കിൽ ഒരു ഫോൺ കൂടി ഉണ്ട്. ധൂമുചാല്. ആ മറ്റേ ധൂമുചാല് മാത്രമല്ല, മറ്റേ അതുകൊണ്ട്. ഇതിൽ ഇവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കളിത്തോക്കം വെച്ച് കളിച്ചോണ്ടിരിക്കണന്റെ മുന്നിൽ ആ ലേഡീനെ കൊണ്ടിരുത്തിയിരിക്കണില്ലേ, ആ മരവാഴേനെയാണ് മടല് വെട്ടി. എടാ നിനക്കൊക്കെ ഇത്രയെങ്കിലും തലയ്ക്ക് ബോധം ഉണ്ടാടാ? എടാ നാട് എങ്ങോട്ടടാ പോണത്? വിദ്യാഭ്യാസം കൂടുന്തോറും വിവരം കുറയും. തലൈവരെ നീങ്കളാ. എടാ രജനീകാന്തിനെയും പിടിച്ച് ദൈവമാക്കിയാ? എടാ എനിക്കിത് അറിഞ്ഞൂടാ കേട്ടോ സംഭവം എന്താണ്. ഉന്നോടെ കുലസ്വാമി അംബാനി ഫാമിലി മാരേജിലെ ഡാൻസ് ആടിട്ട് ഇറുക്ക. അത് 2 ദിവസം മുമ്പ് കണ്ടായിരുന്നു ഡാൻസ് കളിക്കുന്നത്. கோயில்ல போய் பாத்தீங்கன்னா இப்ப சிவனுக்கு முன்னாடி நந்தி இருக்கும், முருகருக்கு மயில் இருக்கும். இப்படி ஒவ்வொரு சாமிக்கும் ஒவ்வொரு வாகனம் இருக்கு. அப்ப நம்ம കുലസ്വാമി എങ്ക കുലസ്വാമി സൂപ്പർ സ്റ്റാർ രജനിക്ക് എന്നാ വാഹനം വയ്ക്കലാന്ന് യോസിച്ചിട്ടേ ഇരുന്നോ. എടാ ഇതിന്റെ കമന്റ് എനിക്ക് വേണം കേട്ടാ. നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എടാ ഇങ്ങനെയൊക്കെ ചെയ്യാവോ? എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. ഇത് ബുദ്ധിയും വിവരവും ഇല്ലാത്തതാണ്. വിശ്വാസമാവാം, പക്ഷെ അന്ധവിശ്വാസം ആവരുത്. എന്തോന്നടാ ചുറ്റിയുള്ള ട്രീറ്റ്മെന്റാ? പെണ്ണുമ്പുള്ള നെഞ്ചാമൂടിയിലടാ നീ അടിച്ചു പിടിച്ചത്. എടാ ഇതിനൊക്കെ പോയി നിന്ന് കൊടുക്കണം ഇവര്. എടാ ഇങ്ങനെയും ചികിത്സ കൊണ്ടാടാ? തലയ്ക്കകത്ത് ബോധമുള്ള ഒരുത്തം പോലും ഇല്ലല്ലോ. ഈ മുറിവൈദ്യന്മാരെ കയ്യിൽ ഈ മതത്തിന്റെ ഇൻഗ്രീഡിയന്റും കൂടെ ചേർത്ത് കൊടുത്ത അവൻ പിന്നെ ദൈവമാണ്. ആ പെണ്ണും പിള്ളേരെ അടിവയറ്റി പിടിച്ച് അങ്ങനെ ഇട്ട് കുലുക്കിയിട്ട് അവിടെ നോക്കിക്കൊണ്ടിരുന്ന ഒരുത്തം മിണ്ടിയില്ലല്ലോ. നീ ഇമാതിരി ഐറ്റംസ് വല്ല നമ്മളെ കേരളത്തിലെല്ലാം ഉണ്ടാകുന്നോ അറിയാന്നുള്ള കമന്റ് ചെയ്യണം കേട്ടോ.
अच्छा ये है मुमताज बेगम जो पूरी दुनिया। മുംതാസ് ബീഗം എന്ന് നിങ്ങൾ അത് ശ്രദ്ധിച്ചു നോക്കിക്കോ. अस्सलाम वालेकुम। वालेकुम अस्सलाम, कैसी हैं? अल्लाह के करम में ठीक हूँ और आप लोग कैसे हैं? ठीक, अल्लाह का शुक्र है। और आप लोग कहाँ से हैं? हम लोग ये तो मैं तो कराची गई हूँ, पहले भी आपसे मिल के गया हूँ। और ये है बावल नगर का लड़का, वहाँ से आया है मिलने के लिए। मैंने वीडियो देखी थी, स्पेशल आपसे मिलने आया। जी, चलें, शुक्रिया शुक्रिया। और मेरा नाम मुमताज बेगम है, दूध खाती हूँ, दूध पीती हूँ। और आप लोग बोलिए, थोड़ा हिला के दिखाओ। इधर देखे, ये मेरी दुम है, हाँ 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 ये पाँव है, हाँ। ये मेरा हाथ है और ये मेरा जिस्म है। നല്ല കോണ. ഇത് എന്തോന്ന് ഊളത്തരങ്ങളടാ ഇത്. ബീഗം പോലും ബീഗം. ഇതുപോലെയൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരെ ജനങ്ങളാണ് അടിച്ചോട്ടിക്കാനുള്ളത്. പക്ഷെ അത് ചെയ്യൂല. വിശ്വാസം ആട്ടും പുളുക്ക കൊണ്ടുകൊടുത്ത് കപ്പലിന്റെ ആണെന്ന് പറഞ്ഞാലും മേടിച്ച് തിന്നും. മൃഗത്തിന്റെ ഉടലും മനുഷ്യന്റെ തലയും അത് വിശ്വസിക്കാനും ആൾക്കാരുണ്ട്.